സൊസൈറ്റിയിൽ നടക്കുന്ന ചില കാര്യങ്ങളെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ ഇപ്പം നമുക്ക് അങ്ങനെ ഒരു അവസ്ഥ ഇല്ലാത്തത് കൊണ്ട് അതിനെപ്പറ്റി ഒരു കൺഫ്യൂഷൻ കൂടിയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അല്ലാതെ ഒരു പ്രത്യേക വിഭാഗത്തിനെ ഇകഴ്ത്താനോ അപരവൽക്കരിക്കാനോ അല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനതൊരു മുഖവുര പോലെ പറയുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലരും ഞാൻ ട്രാൻസ് വിഭാഗത്തിന് എഗൻസ്റ്റ് ആണെന്നുള്ള രീതിയിൽ സ്റ്റേറ്റ്മെൻറ്റ് തരാറുണ്ട്. ഒരിക്കലും അല്ല, ഞാൻ ട്രാൻസിന് എഗൻസ്റ്റ് അല്ല. ഒരു കാര്യം മനസ്സിലാക്കുക, ട്രാൻസ് വിഭാഗത്തിൽപ്പെട്ടവർ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ വീട്ടിലുള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ ഒരു ഇമ്പോർട്ടൻ്റ് മെസ്സേജും കൂടിയാണ് ഞാൻ ഇതിൽ കൂടെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് പരിചയമുള്ള ഒരു കുഞ്ഞുണ്ടായിരുന്നു, മനീഷ എന്നാണ് പേര്. ഒത്തിരി നല്ല ഫേമസ് ഫെയിമായിരുന്നു. ആ കുട്ടി വിവാഹമോചനം നേടാനുള്ള കാരണം കൂടെയുള്ള ഹസ്ബൻഡ് ഗേ ആയതുകൊണ്ടാണ്. ഗേ ആയ ഒരു വ്യക്തിക്ക് ഒരു പെണ്ണിനോട് സെക്ഷൽ ഫീലിംഗ് തോന്നുന്നില്ല. ഇപ്പം മാരേജ് എന്നത് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു വിഷയം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്സ് തന്നെയാണ്. അപ്പോൾ അതിനകത്ത് ഒരു വ്യക്തിക്ക് അത് ഫീലിംഗ് തോന്നുന്നില്ല എങ്കിൽ ദാറ്റ് അതർ പാർട്ട്ണറെ അത് ശല്യം ചെയ്യുന്നതാണൊക്കെ. അവരങ്ങനെ ഒരു വിഷയത്തിലില്ല എങ്കിൽ അവർക്ക് വേണ്ട ആ ഒരു നീഡ് പൂർത്തീകരിക്കാൻ പറ്റാത്ത ഒരുത്തനെ സഹിക്കേണ്ട ഒരു ഗതികേട് ആലോചിച്ച് നോക്കണം. ഇപ്പം നമ്മുടെ സൊസൈറ്റിയിലുള്ളൊരു പ്രശ്നം എന്താ തന്നെ, വൺസ് ഒരു മാരേജ് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മളുടെ കുറ്റം കൊണ്ടല്ലെങ്കിൽ പോലും പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ആയിരിക്കും ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ അത് സെക്കൻഡ് അങ്ങനെ ഒരു ടേമിലേക്ക് വരും. ഒരാളുടെ ജീവിതം നശിപ്പിക്കാൻ ആർക്ക് റൈറ്റ്സ് ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരക്കാർ പുറത്തേക്ക് വന്ന് അവരുടെ അവസ്ഥയെപ്പറ്റി തുറന്നു തന്നെ പറയണമെന്നുള്ള ഒരു അഭിപ്രായക്കാരിയാണ് ഞാൻ. പക്ഷെ എന്ത് ചെയ്യാന്നറിയാമോ, ചില ലൈഫുകൾ കാണുമ്പോൾ നമുക്ക് ചിലരുടെ വൾഗാരിറ്റി മറ്റൊരാളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന കണക്ക് തോന്നും. ഇപ്പം സെയിം തിങ് തന്നെയാണ്. മാരേജോട് കൂടി ഒരാളെ ഇഷ്ടപ്പെട്ട് അയാളെ വിവാഹം കഴിച്ചിട്ട് അവർക്ക് വേണ്ട നീഡ്സ് ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്തൊരു വ്യക്തിയാണെങ്കിൽ അതുപോലൊരു അവസ്ഥ തന്നെയാണ് ഈ രണ്ട് ഗേ സെക്ഷൻ. അതിൽ ആദില നൂറയുടെ ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ ബിഗ് ബോസിൽ കണ്ടതാണ് അവരുടെ ഒരു റൊമാൻറ്റിക് ഇത്. അപ്പോഴും ആ കണ്ണുകളിൽ തീവ്രമായ പ്രണയം കാണുന്നത് ആദിലേക്ക് മാത്രമേ ഉള്ളൂ. നൂറ അങ്ങനെ അല്ല. ആ പെണ്ണിന് എന്തോ ഒരു ഇഷ്ടം കൊണ്ട് ഈ പെണ്ണിനോടെ നിൽക്കുന്നതായിട്ടാണ് എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തത്. ലെസ്ബിയനിസം എന്താണെന്നൊന്നും എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ട്. പാർട്ട്ണറിൽ ഒരാൾക്ക് ആ ഭ്രാന്തുണ്ടെങ്കിൽ മറ്റേയാൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് കൂടെ നിൽക്കുകയാണെങ്കിൽ അതൊരു ക്രൈമാണ്. ആ ക്രൈമാണ് നമ്മളിവിടെ പറഞ്ഞത്. അതേപോലെ തന്നെ ആഷി ജാസി എന്ന് പറയുന്ന രണ്ടുപേരും, ഇവർ മെന്നാണ്. അതായത് ആണുങ്ങളായിട്ട് ട്രാൻസായി മാറാൻ ശ്രമിക്കുന്ന ഒരാളും മറ്റേയാൾ ഗേ ആണെന്നാണ് പറയുന്നത്. പക്ഷെ മറ്റേയാൾ ഗേ അല്ല. അത് ഇവർ തന്നെ പറയുന്ന ഒരുപാട് ഇൻ്റർവ്യൂസ് ഉണ്ട്. ഇപ്പം ഞാൻ ചോദിക്കണം, മോൾ ലെസ്ബിയൻ ആണെന്ന് ചോദിച്ചാൽ മോൾക്ക് എന്താ ഒരു ഉത്തരം പറയുന്നത്? അതേപോലെ തന്നെയാണ് ഇപ്പോൾ ആഷി ലൈക്ക് സ്ട്രൈറ്റ് ആയിട്ടുള്ള മെന്നാണ്. അത് ഞാൻ എല്ലാ ഇൻ്റർവ്യൂവിലും ഓൾറെഡി പറഞ്ഞത്. ഇപ്പോൾ എൻ്റെ കൂടെ ആഷി ജീവിപ്പിച്ചിട്ട് ആഷി ലൈക്ക് ബൈസെക്ഷൽ ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് പലർക്കും വരിക. അത് ഒരു എനിക്ക് താല്പര്യം, ഞാൻ ആ ഒരു അർത്ഥത്തിൽ ചോദിച്ചതല്ല. നമ്മൾ എല്ലാ ഇൻ്റർവ്യൂവിനും ഇപ്പം അടുത്തുകൂടെ ഇത് നിങ്ങളെ ഇതിന് റീച്ച് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ക്വസ്റ്റ്യൻസും നമ്മൾ വന്നിരുന്ന് മറുപടി പറയുന്നുള്ളൊരു നിങ്ങളൊരു ഇത് തോന്നൽ താല്പര്യമില്ല ഇങ്ങനത്തെ ടൈപ്പ്. ഇത് അവർ പറഞ്ഞ ഒരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞ ഒരു കാര്യമാണ്. ആഷി എന്ന് പറയുന്ന ആൾ പൂർണ്ണമായി ഒരു മെന്നാണ്. അയാൾക്ക് ഇങ്ങനെ ബൈസെക്ഷലോ അല്ലെങ്കിൽ ഗേയോ ഒന്നും ആണെന്ന് ഇവർ പറയുന്നുമില്ല. പിന്നെ ഇവർ ഈ പെൺവേഷം കെട്ടിയിട്ട് അയാളെയും കൊണ്ട് നടന്ന് ഈ കാണിക്കുന്നത് മുഴുക്ക ഫേക്ക് ആണെന്നാണ് ഒരുപാട് പേര് ഇത് പറയുന്നുണ്ട്. ഞാൻ മാത്രമല്ല, ഒത്തിരി പേര് പറയുന്നുണ്ട്. പക്ഷേ ഈ ഇടയ്ക്ക് അവരുടെ ഉമ്മ വന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. കുറച്ച് ഭാഗം ഒന്ന് കേൾക്കാം. നല്ല സങ്കടം വന്ന് എൻ്റെ കുട്ടി കുറച്ച് സെപ്റ്റംബറുടെ ബാക്കി കംപ്ലീറ്റ് അവൻ്റെ രക്ഷപ്പെടണമെന്ന് എനിക്ക് പറയുന്നുണ്ട്. എനിക്ക് കണ്ടപ്പോൾ നല്ല വിഷമം തന്നെ. അവൻ്റെ ഓരോ ഇതും കാണുമ്പോഴും സങ്കടം തന്നെ, സന്തോഷമൊന്നും ഉണ്ടായിട്ടില്ല. ഇത് കേട്ടപ്പോൾ ഇങ്ങനെ ആയില്ലേ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. ഇത്ര കാലത്തിലടക്ക് ആദ്യമായിട്ടാണ് അവൻ ഒറ്റയ്ക്കൊരു ഇന്റർവ്യൂവിന് വരുന്നത്. അതുവരെ അവൻ വരില്ല, വന്നാലും സംസാരിക്കൂല. എനിക്ക് പേടിയാണ്, അവനെ സംസാരിക്കൂല, ഇപ്പം സംസാരിക്കൂല. പക്ഷെ ആദ്യമായിട്ടാണ് അത് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തിട്ട് ഇരുത്തിയ പോലെയാണ് എനിക്ക് തോന്നിയത്. അവൻ്റെ ഒരു ഇതിൽ പറയുന്നത് അവൻ അങ്ങനെ സംസാരിക്കൂല. അങ്ങനെ സംസാരിക്കാത്ത ആളാണെന്ന് സംസാരിച്ച നല്ല സംസാരിക്കും, അങ്ങനത്തെ ഒരാളാണ്. പക്ഷെ എനിക്ക് ഇങ്ങനെ പറഞ്ഞപ്പോ പഠിപ്പിച്ച് പറഞ്ഞയച്ച പോലെ എനിക്ക് തോന്നിയത്. അവന്റെ കൂടെയുള്ള ആൾ അങ്ങനെയാണല്ലോ. പക്ഷെ അവൻ അറിഞ്ഞിട്ടില്ല എന്നുള്ളതിലാണ് അവൻ വരുന്നതും ഇതൊക്കെ. പക്ഷെ എനിക്ക് കാണുമ്പോൾ അങ്ങനെ തോന്നിയില്ല. അപ്പൊ എന്റെ പാസ്പോർട്ട് വേണം പറഞ്ഞു. പാസ്പോർട്ട് തരാം ഇവിടെ ഉണ്ട്. എന്റെ കൂട്ടുകാരനെ പറഞ്ഞേക്കാം. ഇല്ല, നീ വാ മോനെ, നിന്റെ പാസ്പോർട്ട് ഞാൻ തരാം. എന്റെ പാസ്പോർട്ട് എന്റെ കയ്യിലുണ്ട്. പാസ്പോർട്ട് പിടിച്ചു വെച്ചിക്കല്ലേ? ഇല്ല, ഞാൻ പിടിച്ചു വെച്ചില്ല. നിന്റെ പാസ്പോർട്ട് എന്റെ കയ്യിലുണ്ട് മോനെ, നീ വാ, ഞാൻ തരാം. അപ്പൊ ഇല്ല. അപ്പൊ അവൻ മറ്റവൻ ഫോണ് വെക്കാൻ വന്നപ്പോ വിളിച്ച് പിന്നെ വർത്താനം പറഞ്ഞില്ല. ഇത് കഴിഞ്ഞപ്പോ അപ്പൊ ഞാൻ ചോദിച്ചു, നീ അതിൽ എന്തൊക്കെയാണ് പറയണത്? നിന്റെ പാസ്പോർട്ടും നിന്റെ ഫോണും നിന്റെ പേഴ്സും പിടിച്ചു വെച്ച് നീ ഒരു ഉറുപ്പ്യ അല്ലാണ്ടല്ലേ നാട്ടിലേക്ക് വന്നത്? നീ വന്ന അവസ്ഥ ഞങ്ങൾക്കല്ലേ അറിയുള്ളൂ. അപ്പൊ മറ്റവൻ ഫോണും വാങ്ങി തോന്നുന്നു വെച്ച്. പക്ഷേ ഈ പറഞ്ഞ രീതിയിൽ അവൻ്റെ പാസ്പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അമ്മ പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം ബാക്കി കണ്ടന്റ് ക്രിയേറ്റേഴ്സൊക്കെ ഏകദേശം ഇത് തന്നെയാണ് പറയുന്നത്. അവരുടെ ഒരു ആറ്റിറ്റ്യൂഡും ഒക്കെ വെച്ച് നോക്കിയാൽ അങ്ങനെ തന്നെയാണ്. പല ഇൻസിഡൻസ് ഓരോരുത്തർ എവിഡൻസ് ഉൾപ്പെടെ പുറത്തേക്ക് കൊണ്ടുവന്ന് കാണിച്ചിട്ടുണ്ട്.
ഞാൻ ചോദിക്കുന്നത്, ഒരാൾക്ക് താല്പര്യമില്ല, അവരുടെ കുടുംബത്തിന് താല്പര്യമില്ല, പിന്നെ നിന്നെ കെട്ടിക്കേറി അയാളെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഈ സ്ത്രീ കുറച്ച് അഗ്രസീവാണ്. ഐ മീൻ ട്രാൻസ് ആണെങ്കിൽ ഇവർ മുൻപൊരു വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു. ആ പെൺകുട്ടിയുടെ ഒരു പ്രൈവസി മനസ്സ് ഞാനത് പബ്ലിഷ് ചെയ്യുന്നില്ല, ഇപ്പോഴും നെറ്റിൽ അവൈലബിൾ ആണ് ആ ഫോട്ടോ ഉൾപ്പെടെ. ട്രാൻസുകൾ തമ്മിലൊരു ഫൈറ്റ് ഉണ്ടായിരുന്നു. ആ ഫൈറ്റിനകത്ത് ഈ ജാസിയെ പറ്റി വളരെ മോശമായിട്ട് ഒരാൾ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവർക്കിടയിലുള്ള ഒരു ഫൈറ്റിൻ്റെ ഇടയ്ക്കാണ്. അപ്പം ഇവരുടെ ഒരു കൂട്ടുകാരി സംസാരിക്കുന്ന വോയിസ് അവിടെ പ്ലേ ചെയ്യുന്നു. അവിടെ ഒക്കെ തന്നെ ഈ ജാസി എന്ന് പറയുന്ന വ്യക്തിയെ ഒരു മാനായിട്ട് തന്നെയാണ് അവർ പറയുന്നത്, ഒരിക്കലും ഒരു പെണ്ണായിട്ട് പറയുന്നില്ല. പിന്നെ ഇയാൾ എന്തിനാണ് വേഷം കെട്ടിക്കൊണ്ട് നടക്കണേന്ന് മനസ്സിലാവുന്നില്ല. സെർജറി ചെയ്തോന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പോൾ സെർജറിക്ക് താല്പര്യമില്ല. കാർഡുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. ആകെ മൊത്തം സൊസൈറ്റിയെ പറ്റിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളാണ് ഈ ജാസി എന്ന് എനിക്ക് മനസ്സിലായത്. ഇനി ഉമ്മ പറയുന്ന ഒരു കാര്യം കൂടി ഉണ്ട്, അതൊന്ന് കേൾക്കാം. 7ാം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു പെൺകുട്ടിനെ, ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിനെ പ്രണയിച്ച്. അവ എൻ്റെ മക്കൾ എല്ലാം എന്നോട് തുറന്നു പറയുന്ന മക്കളാണ്. ഇവർക്ക് മറവില്ല. വാപ്പയും മക്കളും എല്ലാം ഷെയർ ചെയ്യും. ഇനിയിപ്പോൾ അവർക്ക് ഇഷ്ടമാണ് ഞാൻ കെട്ടിച്ചു കൊടുക്കുക, അങ്ങനെയാണ്. അപ്പൊ ഇവന് ഒരു പെൺകുട്ടിനെ പ്രണയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവനും ചെറിയ കുട്ടി, അവളും ചെറിയ കുട്ടി, ഒരേ ക്ലാസ്മേറ്റ്. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു 2 ഏട്ടന്മാരുണ്ട്, ഞാൻ ചെറിയൊരു വീട്ടിൽ വാടകയ്ക്ക്. ഇവരൊക്കെ ചെറിയ കുട്ടികളല്ലേ, ഒന്നൊന്നും ആയിട്ടില്ല നമ്മുടെ കുടുംബം. അത് വേണ്ട മോനെ, വേണ്ടെന്നല്ല, അതങ്ങനെ പോട്ടെ, വിടുക. ജാസി ഒരു പെണ്ണാണെങ്കിൽ ഞാൻ കെട്ടിച്ചു കൊടുക്കും. ഇത് ആണും പെണ്ണും കെട്ടാനല്ലേ, ഒരിക്കലും ഞാൻ സമ്മതിക്കൂല. അത് ഞാൻ സമ്മതിക്കില്ല. ഇനി അത് എന്ത് പ്രശ്നം വന്നാലും അവൻ്റെ കൂടെ ജീവിക്കണം. എനിക്ക് 2 ഭാഗത്തും പൊരുത്തല്ലാത്ത കാര്യമാണ്. ഞാൻ വിടുകയല്ല അത്. എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ മോനെ എൻ്റെ കയ്യിലെത്തണം, അതാണ് എൻ്റെ ലക്ഷ്യം. ഒന്നും വേണ്ട, എൻ്റെ കുട്ടി ഇങ്ങോട്ട് വന്ന് കിട്ടിയാൽ മതി. എനിക്കൊന്നും അവൻ്റെ ആഗ്രഹിക്കണില്ല. പക്ഷെ അവനൊരു പെണ്ണാണായിക്കോട്ടെ, ജാതി എന്താണ് മതം എന്താണ് നോക്കും, നമ്മുടെ കൊണ്ടുവരും. ഞാൻ സ്വീകരിക്കും. അതെൻ്റെ മോൻ്റെ ഭാവിയാണ്, എൻ്റെ മോൻ സ്നേഹിച്ച പെണ്ണാണ്. ഏത് മതമായാലും ഞാൻ എൻ്റെ കൊടുത്തിട്ട് സ്വീകരിക്കും. പക്ഷെ ഇത് ആണും പെണ്ണും കെട്ടാനല്ലേ, ഇത് നമ്മുടെ സമൂഹത്തിന് പറ്റിയ കഥയാണ്. ഇതാരെ അംഗീകരിക്കുക? അവൻ്റെ അമ്മ അംഗീകരിക്കും, പക്ഷെ ഞാൻ അംഗീകരിക്കൂല. എനിക്കിപ്പോൾ 2 മക്കളെ 3 ആളിനെ ഞാൻ വളർത്തി ഒരു വിധാക്കി 2 ആൾക്ക് കല്യാണം കഴിച്ചു. അതുപോലെ ഒരു പെണ്ണ് ഞാൻ അവനക്ക് നോക്കി കല്യാണം കഴിച്ചു കൊടുക്കുക ഉറപ്പിച്ചു വെച്ചതാണ്. കല്യാണം ഓൾറെഡി ഉറപ്പിച്ചു വെച്ചിരുന്നാണോ? അത് പറഞ്ഞാല് ഇവനക്ക് ഒന്നും ഉറപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇവന്റെ പ്രശ്നങ്ങൾ വന്നപ്പോ ഇവൻ അത് പല വീഡിയോകളും ആ കുട്ടീനെ വിളിച്ച് പറഞ്ഞിട്ട് മുടക്കി. ജാസിയാണ് മുടക്കിയത്. അതും കള്ളാണ്. ഇവൻ പറഞ്ഞ 7 വർഷമായിരുന്നു. പിന്നെ എല്ലാ ഇന്റർവ്യൂലും പറഞ്ഞു, ഞങ്ങൾ 7 വർഷമായി ഞങ്ങളുടെ പ്രണയം, ഞങ്ങക്ക് പിരിയാൻ പറ്റൂല, എനിക്ക് ജാസിനെ പിരിയാൻ പറ്റൂല, ആശിനെ എനിക്ക് പിരിയാൻ പറ്റൂല, ഞാൻ വിട്ടുകൊടുക്കില്ല. പെട്ട തള്ളക്ക് വിട്ടുകൊടുക്ക, അവനിക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല എനിക്കെന്ന്. ഉമ്മ പറയണ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറയുന്ന ആഷിക്ക് മറ്റൊരു പെൺകുട്ടിയുമായിട്ട് അട്രാക്ഷൻ തോന്നിയിട്ടുണ്ടെന്ന്. അപ്പൊ ഗേ അല്ല. അപ്പൊ ഗേ സെക്ഷൽ ഉള്ള ഒരാൾക്ക് അങ്ങനെ ഒരു അട്രാക്ഷൻ തോന്നില്ല. അപ്പോൾ 100% ഇത് ഈ പറയുന്ന ആഷി എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ കയറി നല്ല കളി കളിക്കുകയാണ് ജാസി എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. എനിക്കങ്ങനെയാണ് മനസ്സിലായിട്ടുള്ളത്. ഇത് ഈ പറയുന്ന ഒരു വീഡിയോയും കൂടെ കേട്ടു നോക്കൂ. ഹലോ, ജാസിയാണ്. അപ്പോൾ ആഷിയുടെ ഉമ്മാന്റെ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഞാൻ എന്നെ വെളുപ്പിക്കാനോ അല്ലെങ്കിൽ ആഷിന്റെ ഉമ്മാനെ കുറ്റക്കാരിയാക്കാനോ അല്ല ഈ വീഡിയോ ചെയ്യുന്നത്. എന്നെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സത്യം എന്താണെന്ന് അറിയുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവർക്ക് എത്തിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ആഷിയുടെ ഉമ്മാക്കുള്ള ഒരു വികാരം എന്ന് പറയുന്നത്, ആഷിയുടെ ഉമ്മാന്റെ മകനായ ആശയെ ഞാൻ പിടിച്ചു വെച്ചിരിക്കാന്നാണ്. ഞാനിപ്പോൾ ഉള്ളത് കുറ്റിപ്പുറത്ത് എന്റെ വീട്ടിലാണ്, ആശ ഉള്ളത് കൊച്ചിയിലാണ്. ആശയ്ക്ക് പോവാന്നുണ്ടെങ്കിൽ എപ്പോഴോ പോവാം. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, 2 പേര് സ്നേഹിച്ചു കഴിഞ്ഞാൽ അത് പല വീട്ടിലും പല പ്രോബ്ലംസും ഉണ്ടാവാറുണ്ട്. പക്ഷെ എങ്കിൽ പോലും സ്നേഹബന്ധങ്ങൾക്ക് ഒരു വാല്യൂ ഉണ്ട്. സ്വന്തം മകനെ വളരെ മോശം എന്ന രീതിയിൽ വീഡിയോ ചെയ്യുന്ന വ്യക്തിയാണ് ഫഹദും അതേപോലെ നന്ദിനി റെഡ്ഡിയും. ആ പറഞ്ഞ 2 പേരെയും ആ ഉമ്മ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഉമ്മാന്റെ മോട്ടീവ് എന്താന്നുള്ളത്. ഉമ്മാക്ക് വേണ്ടത് ഉമ്മാന്റെ മകനെയോ അല്ലെങ്കിൽ എന്നെ മരുമകളായിട്ട് അംഗീകരിക്കുന്നതോ അല്ല. ഒരിക്കലും ആ ഉമ്മ ഞാൻ വിചാരിച്ചിരുന്നു ആ ഉമ്മ ഇന്നല്ലെങ്കിൽ നാളെ എന്നെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ ആ ഉമ്മാന്റെ വാക്ക് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരിക്കലും ആ ഉമ്മ അംഗീകരിക്കാൻ തയ്യാറല്ല. ഞാൻ ട്രാൻസ് ആയി പോയതാണോ തെറ്റെന്ന് എനിക്കറിയില്ല. ഒരുപാട് ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരെ, ഉന്നത നിലയിലുള്ള ആൾക്കാർ കല്യാണം കഴിച്ചത് വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന നമ്മുടെ ഈ സൊസൈറ്റിയിൽ ഇത്തരം ആൾക്കാർ, പിന്നെ അതിൽ ഉമ്മ കുറെ കള്ളങ്ങൾ പറഞ്ഞത്. ഞാൻ ഉമ്മാനെ ഇതുവരെ തെറി പറഞ്ഞിട്ടില്ല. അങ്ങനെ തെറി പറഞ്ഞിട്ടില്ല. ആ ഉമ്മ വീഡിയോസ് ഇറക്കട്ടെ, ഞാൻ തെറി പറഞ്ഞൊരു വോയിസ് ഉണ്ടെങ്കിൽ അത് ഇറക്കട്ടെ. ആ ഉമ്മ എന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഉമ്മ എന്ന ഒരു പടികണ്ണ് വെച്ച് ഞാനത് ഇവിടെ കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്നില്ല. അതുപോലെ വേറൊരു കാര്യം പറയുന്നുണ്ട്, ഞാൻ ലുലുന്ന് എന്തോ മോഷ്ടിച്ചത്. ഞാൻ അങ്ങനെ ഒരു മോഷ്ടിക്കുന്ന ആളല്ല. നമുക്കറിയാം ലുലുന്ന് ഒരു പിന്ന് പോലും മോഷ്ടിക്കാൻ നമുക്ക് പറ്റില്ല. അത് കഴിഞ്ഞാൽ അത് ഇതിന്റെ എല്ലാം പിന്നോടിയായിട്ട് പ്രവർത്തിച്ചിരിക്കുന്നത് ഫഹദും നന്ദിനിയാണെന്നുള്ളത് വളരെ ഈസി. കാരണം അവർക്ക് വേണ്ടത് എന്നെ താറടിക്കുക, എന്റെ പേര് എത്രത്തോളം മോശമാക്കാൻ പറ്റുമോ അത്രത്തോളം മോശമാക്കുക.
എന്താണ് അവരെ മോട്ടീവ്. ഉമ്മ പലപ്പോഴും അതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവിടെ ഉമ്മാക്ക് വേണ്ടത്. എനിക്കറിയില്ല ഉമ്മാക്ക് എന്തിനാണ് എന്നോട് ഇത്ര ശത്രുത എന്നുള്ളത്. ഞാനും ആഷിൻ സ്നേഹിച്ചത് ഞാൻ എന്താണ് ശത്രുത എന്ന് ജാസിക്ക് മനസ്സിലാവുന്നില്ല. ജാസി ഒരു ഉമ്മ ആണെങ്കിൽ ജാസിക്ക് മനസ്സിലാകും. ആ പയ്യന്റെ ജീവിതം നശിപ്പിക്കുന്നത് ഈ ജാസിയാണ്. ഈ ജാസി വളരെ വൃത്തികെട്ട രീതിയിലാണ് ഇതിനെ എടുത്തിട്ടുള്ളതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇപ്പോഴും ആ ഉമ്മായെ കുറ്റപ്പെടുത്തുകയാണ്. നിങ്ങൾ അയാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അയാളെ ഉമ്മായെ വഴക്ക് പറയൂ. ഇങ്ങനെ അയാളും ഉമ്മായും തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അവർ ഇരുന്ന് സംസാരിച്ച് തീർത്തോട്ടെ. നിങ്ങളാരും അതിനകത്ത് അഭിപ്രായം പറയാനായിട്ട് നിങ്ങൾക്ക് ഒരു റൈറ്റ്സും ഇല്ല ആ ഉമ്മായെ പറ്റി മോശം പറയാനായിട്ട്. എനിക്കിതിനകത്ത് മനസ്സിലായത് ഈ പറയുന്ന വ്യക്തി വളരെ ക്രൂക്കഡായി സ്വന്തം കാര്യം മാത്രം ചിന്തിച്ചുകൊണ്ട് ആ പയ്യനെ വലയിൽ വീഴ്ത്തി കൊണ്ട് കാണിക്കുന്ന പേക്കൂത്തായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇത് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി എനിക്ക് ഇതിനകത്ത് എതിർപ്പൊന്നുമില്ല. പക്ഷെ ഈ മാരിറ്റൽ സ്റ്റാറ്റസ് എന്തിനാണ് ട്രാൻസിനെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇഫ് നമുക്കൊരു ബയോളജിക്കൽ ഇഷ്യൂ ഉണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു പ്രോബ്ലം ഉണ്ടെന്ന് തന്നെ വെക്കുക. സച്ച് ഇൻ കേസ് ഇപ്പം ഞാൻ പറഞ്ഞില്ല, വൈകല്യമുള്ളവർ വിവാഹം കഴിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് അത് ഓക്കെയാണ്, നോ പ്രോബ്ലം, ദ പാർട്ട്ണർ ഈസ് ഓക്കെ വിത്ത് ദാറ്റ്, അവർക്ക് കണ്ടിന്യൂ ചെയ്യാം. അല്ലാതെ ഫോഴ്സ്ഫുള്ളി ഒരിക്കലും ചെയ്യരുത്. രണ്ട് വ്യക്തികൾ തമ്മിൽ ആഗ്രഹിച്ച് ഇഷ്ടപ്പെട്ട് ഒന്നിക്കുന്നതിന് ഒരു തകരാറുമില്ല. അതിപ്പോൾ ഏത് കമ്മ്യൂണിറ്റി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് അങ്ങനെയല്ലല്ലോ. ഒരാളെ വളരെ ഫോഴ്സ്ഫുള്ളി കൂടെ വെച്ചിരിക്കുന്നു, പേടിപ്പിച്ച് വെച്ചിരിക്കുന്നു എന്ന് കൂടെ നിൽക്കുന്നവരും ഉമ്മായും കുടുംബക്കാരും ഒക്കെ പറയുമ്പോൾ സംതിങ് എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നണം. പിന്നെ അവനൊരു ആണാണ്, അതിന് അറിയാം എങ്ങനെ അതിന് ഓവർകം ചെയ്യണമെന്ന്. വളരെ വൈകി തീരുമാനം എടുക്കുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് തീരുമാനം എടുക്കുന്നതായിരിക്കും സേഫ് എന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ഈ വിഷയം ചർച്ചയ്ക്ക് വെക്കുമ്പോൾ എന്തുകൊണ്ട് ഇത് എടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സമൂഹത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ടല്ലോ, അത് റോങ് ആണ്. ഇങ്ങനെയൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ഇത് ചെയ്യാമെന്ന് പറയുന്നതിൻ്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. ട്രാൻസ് വിഭാഗക്കാരെ മാരേജ് ചെയ്യണമെന്ന നെസസിറ്റി സം പ്രോബ്ലംസ് ഉണ്ട്. സിയ പവലും പെണ്ണും കൂടെ ചെയ്തത്. ഇപ്പം അവർ രണ്ടുപേരും റിവേഴ്സിലാണ്. അവൾക്ക് പെണ്ണാകണമെന്നും അവൻ ആണാകണമെന്നാണ്. സോ അങ്ങനെ നിങ്ങൾക്ക് ജോയിൻ ആയിക്കൂടെ? ബെറ്റർ ഓപ്ഷൻ അല്ലേ. പിന്നെ അതേപോലെ ഗേ സെക്ഷൽ ഇഷ്ടപ്പെടുന്നവരുണ്ട്, ഓക്കെ, ലെസ്ബിയൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്, അതങ്ങനെ പോട്ടെ. പക്ഷെ ബോത്ത് സൈഡ് അതായിരിക്കണം, അല്ലാതെ വൺ സൈഡഡ് ആയിരിക്കരുത്. മറ്റൊരാളുടെ ലൈഫ് നശിപ്പിച്ചുകൊണ്ട് ആ പരിപാടി ചെയ്യാൻ ഇറങ്ങരുത് എന്നുള്ളതാണ്. എനിക്കൊരു മകനുണ്ട്, ഒരു മകളുണ്ട് എങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല എങ്കിൽ അവരുടെ നല്ല ലൈഫിനെ മീൻസ് മാരേജ്, അതിനുശേഷം കുട്ടികൾ, അങ്ങനെയൊക്കെ ഒരു കൺസേൺ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര താല്പര്യമായിരിക്കും. അത് അവരുടേതല്ലാത്ത മിസ്റ്റേക്കിന് അങ്ങനെ ഒരു രീതിയിലേക്ക് പോകുമ്പോൾ പ്രയാസം കൊണ്ട് ആ ഉമ്മ പറയുന്നതാണ്. സെക്കൻഡ് തിങ്, ചിലർ പറയും കുട്ടികളില്ലാത്തൊരു ഉണ്ടല്ലോ, അതിന് ഓപ്ഷൻ ഉണ്ടല്ലോ, കുട്ടികൾ അഡോപ്റ്റ് ചെയ്യാമല്ലോ. ഇത് എന്താ ചെയ്യാൻ കഴിയുക? അപ്പം ഓരോരുത്തരുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും സ്റ്റോപ്പ് ചെയ്യപ്പെടുന്നത് മറ്റൊരാളുടെ വൈകൃതം കൊണ്ടാകരുത്. അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഈ പറയുന്ന ആൾക്ക് നല്ല പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. അയാൾ ഹിംസെൽഫ് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അതിനെ പറ്റിച്ച് ഈ രീതിയിലേക്ക് വന്നതാണ്. അപ്പോൾ ഇതിനകത്ത് എന്തോ ബെനിഫിറ്റ് ഉണ്ട്, ഇങ്ങനെ നടക്കുമ്പോൾ എന്തോ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് കണ്ടിന്യൂസ്ലി പുള്ളിക്കാരൻ ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.